അങ്ങനെ ഇപ്പോൾ ക്യാപ്റ്റൻ ആറ്റം പൊട്ടിത്തെറിച്ച് ഇല്ലാതെയായതിൻ്റെ ഒപ്പം വാഷിങ്ടൺ മൊത്തം ആ പൊട്ടിത്തെറിയിൽ ഇല്ലാതെയായത് കണ്ട് ഞെട്ടി നിൽക്കുന്ന സൂപ്പർമാനും വണ്ടർ വുമണും വേഗം മെട്രോപോളിസിലേക്ക് ചെല്ലുകയാണ്. മെട്രോപോളിസിൽ ചെന്നതും നേരത്തെ ഉണ്ടായ പൊട്ടിത്തെറി മെട്രോപോളിസിനെ നശിപ്പിച്ചു കളഞ്ഞുവെന്ന് കണ്ട് ഞെട്ടിപ്പോയ സൂപ്പർമാൻ തൻ്റെ ഭാര്യയ്ക്കും മകനും പിന്നെ അമ്മയ്ക്കും പിന്നെ ഡെയിലി പ്ലാനറ്റിൽ നിൽക്കുന്ന മറ്റുള്ളവർക്കും എന്തെങ്കിലും സംഭവിച്ചോ എന്ന് ഓർത്ത് പേടിച്ച് വേഗം ഡെയിലി പ്ലാനറ്റിൻ്റെ അങ്ങോട്ടേക്ക് ചെന്നത് ഗ്രീൻലാൻഡിൻ്റെ പവറുള്ള ബ്ലാക്ക് കാനറി തൻ്റെ പവർ ഉപയോഗിച്ച് ആ പൊട്ടിത്തെറിയിൽ നിന്നും എല്ലാവരും നിൽക്കുന്ന ഡെയിലി പ്ലാനറ്റ്സ് എന്ന കെട്ടിടത്തെ മുഴുവനായി ഒരു ഷീൽഡ് നിർമ്മിച്ച് രക്ഷിച്ചത് കണ്ട് സൂപ്പർമാനും വണ്ടർ വുമണിനും ആശ്വാസമാവുകയാണ്. മാത്രമല്ല ഇപ്പോൾ അങ്ങോട്ടേക്ക് ഒരു പ്രത്യേക ആർമറൊക്കെ ധരിച്ച് പൊട്ടിത്തെറിയിൽ നിന്ന് രക്ഷപ്പെട്ട സൂപ്പർ വില്ലനായ ലെക്സ് ലൂഥർ സൂപ്പർമാൻ്റെ അടുത്തേക്ക് വരികയാണ്. അപ്പോൾ തന്നെ സൂപ്പർമാൻ നീ പ്രശ്നമുണ്ടാക്കാനാണോ വന്നിരിക്കുന്നതെന്ന് ദേഷ്യത്തോടെ ലെക്സ് ലൂഥറിനോട് ചോദിച്ചതും അല്ല എന്നും തനിക്ക് തൻ്റെ നാടും എല്ലാം നഷ്ടപ്പെട്ടുവെന്നും തന്നെ നിങ്ങളുടെ കൂടെ കൂട്ടണമെന്ന് പറഞ്ഞ് ലെക്സ് ലൂഥർ മുട്ടുകുത്തി സൂപ്പർമാൻ്റെ മുന്നിൽ ഇരിക്കുകയാണ്. അങ്ങനെ ലെക്സ് ലൂഥറിനെ സൂപ്പർമാൻ തൻ്റെ കൂടെയുള്ള ആളുകളുടെ കൂടെ ചേർക്കുകയാണ്. അങ്ങനെ പിന്നീട് ഇനി കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നമ്മുടെ സൂപ്പർമാനും ഫ്ലാഷും വണ്ടർ വുമണും എല്ലാവരും ലോകത്തുള്ള ഇൻ്റർനെറ്റ് സെർവറുകളും സ്പേസിലുള്ള ബ്രോഡ്കാസ്റ്റിംഗ് ഡിവൈസുകളും എല്ലാം നശിപ്പിച്ച് കളയുകയാണ്. അങ്ങനെ ഇനി സോംബി വൈറസ് പകരണമെങ്കിൽ സോംബിയായ ഒരാളുടെ അറ്റാക്ക് സോംബിയാകാത്ത ഒരാൾക്ക് ഏൽക്കണം. എങ്കിൽ മാത്രമേ സാധാരണ ആളുകൾ സോംബിയായി മാറുള്ളൂ. മാത്രമല്ല ഈ സോംബിയായി മാറാത്ത സാധാരണ ജനങ്ങളിൽ കുറേ പേർക്ക് തൽക്കാലം താമസിക്കുവാൻ കുറച്ച് സ്ഥലങ്ങൾ സൂപ്പർമാനും മറ്റുള്ളവരും കണ്ടെത്തി കൊടുക്കുകയാണ്. നമ്മുടെ വണ്ടർ വുമണിൻ്റെ നാടായ പാരഡൈസ് ഐലൻഡിലെ ഒരു ചെറിയ ദ്വീപും പിന്നെ പോയിസൺ ഐവിയുടെ കൺട്രോളിലുള്ള ഒരു കാട്ടിലേക്കുമാണ് ആളുകളെ സൂപ്പർമാനും മറ്റുള്ളവരും മാറ്റിയിരിക്കുന്നത്. ശരിക്കും നമ്മുടെ ബാറ്റ്മാൻ്റെ ഗോതം സിറ്റിയാണ് കാടായി മാറിയത്. ആദ്യമൊക്കെ ആളുകളെ അങ്ങോട്ട് കയറ്റുവാൻ പോയിസൺ ഐവി സമ്മതിച്ചില്ലെങ്കിലും ഹാർലി ക്വിൻ്റെയും പുതിയ ബാറ്റ്മാനായി മാറിയ ഡേമിൻ്റെയും എല്ലാം നിർബന്ധന കാരണം പിന്നീട് മനസ്സ് മാറിയാണ് പോയിസൺ ഐവി ജനങ്ങളെയെല്ലാം പുതിയ ഗോതം ജംഗിൾ എന്നറിയപ്പെടുന്ന കാട്ടിലേക്ക് കയറ്റിയത്. മാത്രമല്ല ഇപ്പോൾ ഭൂമിയിലുള്ള സൂപ്പർ ഹീറോസ് എല്ലാം ഇപ്പോൾ ഒത്തുകൂടിയിരിക്കുന്നത് സൂപ്പർമാൻ്റെ ഫോർട്രസ് ഓഫ് സോളിറ്റ്യൂഡിലേക്കാണ്. അവിടെ വെച്ച് ചില പ്രധാന തീരുമാനങ്ങൾ സൂപ്പർ ഹീറോസ് എടുക്കുകയാണ്. അതെന്താണെന്ന് വെച്ചാൽ ഈ സോംബികളെല്ലാം സോംബികളാവാത്തവരെ അന്വേഷിച്ച് കണ്ടെത്തി അവരുടെ ജീവനെടുത്ത് എല്ലാവരെയും സോംബികളാക്കി മാറ്റുമെന്നും അതുകൊണ്ട് ഭൂമിയിൽ ജീവിക്കുവാൻ ആർക്കും സാധിക്കില്ല എന്നും സോംബികളാവാത്ത എല്ലാവരും ഈ ഭൂമിയിൽ നിന്ന് വേറെ എങ്ങോട്ടെങ്കിലും പോകണമെന്നും അതിനായി ഒരു വലിയ സ്പേസ് ഷിപ്പ് നിർമ്മിക്കുവാനും സൂപ്പർ ഹീറോസുകളെല്ലാം തീരുമാനിക്കുകയാണ്. ആദ്യമൊക്കെ സൂപ്പർമാൻ ഈ ഒരു തീരുമാനത്തോട് യോജിച്ചില്ലെങ്കിലും പുള്ളിക്കാരൻ്റെ അമ്മ സൂപ്പർമാൻ്റെ മനസ്സ് മാറ്റി. അങ്ങനെ അവരെല്ലാവരും ഒരു വലിയ സ്പേസ് ഷിപ്പ് നിർമ്മിക്കുവാൻ തുടങ്ങിക്കഴിഞ്ഞു. അങ്ങനെ പ്രശ്നങ്ങളെല്ലാം ഒന്ന് ഒതുങ്ങി സമാധാനത്തോടെ എല്ലാവരും പോയിക്കൊണ്ടിരിക്കെ പെട്ടെന്ന് ഒരു ദിവസം ഒരു വലിയ പ്രശ്നമുണ്ടാവുകയാണ്. അതെന്താണെന്ന് വെച്ചാൽ ഒരു ദിവസം നമ്മുടെ സൂപ്പർ ഹീറോസ് എല്ലാം ഫോർട്രസ് ഓഫ് സോളിറ്റ്യൂഡിൽ നിൽക്കുന്ന സമയത്ത് നമ്മുടെ ലെക്സ് ലൂഥറിനെ സോംബി വൈറസ് ബാധിച്ച് സോംബിയായി മാറിയ മാർഷ്യൻ മാൻ ഹണ്ടർ അദൃശ്യനായി വന്ന് അറ്റാക്ക് ചെയ്ത് കൊന്നുകളഞ്ഞു. മാത്രമല്ല ആ ഞെട്ടലിൽ നിൽക്കുന്ന ഫ്ലാഷിനെയും മാർഷ്യൻ മാൻ ഹണ്ടർ അറ്റാക്ക് ചെയ്തു. ഭാഗ്യത്തിന് വേറെ ആർക്കും അപകടമുണ്ടാകുന്നതിന് മുമ്പ് ഫയർ സ്ട്രോം എന്ന സൂപ്പർ ഹീറോ മാർഷ്യൻ മാൻ ഹണ്ടറിനെ തീ ഉപയോഗിച്ച് കത്തിച്ച് ഇല്ലാതെയാക്കി. പക്ഷേ ഇപ്പോൾ ഫ്ലാഷ് മാർഷ്യൻ മാൻ ഹണ്ടറിൻ്റെ അറ്റാക്കേറ്റ് ഒരു സോംബിയായി മാറി ഫോർട്രസ് ഓഫ് സോളിറ്റ്യൂഡിൻ്റെ പുറത്തിറങ്ങി ഭൂമിയിലുള്ള എല്ലാ സ്ഥലങ്ങളിലും വളരെ വേഗത്തിലോടി സോംബികളാവാത്ത മനുഷ്യന്മാരെയെല്ലാം അറ്റാക്ക് ചെയ്യുകയാണ്. ഇപ്പോൾ ഫ്ലാഷ് ഒരു സോംബിയായി മാറിയത് കൊണ്ട് തന്നെ എത്രയും വേഗം ഫ്ലാഷിനെ തടഞ്ഞില്ലെങ്കിൽ അവൻ എല്ലാത്തിനെയും ഇല്ലാതെയാക്കുമെന്ന് പറഞ്ഞ് ഫ്ലാഷിനെ തടയുവാനായി കിഡ് ഫ്ലാഷ് പോകുവാനായി തുടങ്ങിയതും പെട്ടെന്ന് താൻ പോയി ഫ്ലാഷിനെ തടഞ്ഞോളാമെന്ന് കിഡ് ഫ്ലാഷിനോട് പറഞ്ഞ് സൂപ്പർമാൻ അവിടുന്ന് പോവുകയാണ്. അങ്ങനെ സൂപ്പർമാൻ വേഗം ബഹിരാകാശത്തേക്ക് ചെന്ന് സൈബോർഗിനെ കോൺടാക്റ്റ് ചെയ്ത് സൈബോർഗിനോട് നീ പറഞ്ഞതനുസരിച്ച് ഒരാളെ ഈ വൈറസ് ബാധിച്ചാൽ അയാൾ അപ്പോൾ തന്നെ മരിച്ചു പോകുമെന്നും പിന്നീട് അത് ഇതുപോലെ ഒരു സോംബി അഥവാ ഒരു ഭീകരജീവി മാത്രമായിരിക്കുമെന്നല്ലേ നീ പറഞ്ഞതെന്നും അതുകൊണ്ട് ഇപ്പോൾ നമ്മുടെ ഫ്ലാഷ് ശരിക്കും മരിച്ചു പോയില്ലേ എന്ന് സൂപ്പർമാൻ സൈബോർഗിനോട് ചോദിച്ചതും അപ്പോൾ തന്നെ സൈബോർഗ് അതേന്നും വൈറസ് ബാധിച്ചപ്പോൾ തന്നെ ഫ്ലാഷ് മരിച്ചു പോയെന്നും ഇപ്പോൾ ഉള്ളത് ഒരു ഭീകരജീവി മാത്രമാണെന്ന് സൈബോർഗ് സൂപ്പർമാനോട് പറയുകയാണ്. അപ്പോൾ തന്നെ സൂപ്പർമാൻ വേഗം ഫ്ലാഷ് എവിടെയാണ് ഓടിക്കൊണ്ടിരിക്കുന്നതെന്ന് കണ്ടെത്തിയിട്ട് ഫ്ലാഷ് ഓടുന്നതിൻ്റെ എതിർദിശയിലൂടെ വേഗത്തിൽ പറന്നു ചെന്ന് ഫ്ലാഷുമായി കൂട്ടിയിടിച്ച് ഫ്ലാഷിനെ കൊന്നുകളയുകയാണ്. പക്ഷേ ഇപ്പോൾ ആ കൂട്ടിയിടിയിൽ നമ്മുടെ സൂപ്പർമാൻ്റെ ദേഹത്ത് ഫ്ലാഷിൻ്റെ അസ്ഥികളിൽ കുറേ എണ്ണം കുത്തി കയറുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഉടനെ താനും ഒരു സോംബിയായി മാറുമെന്ന് മനസ്സിലായ സൂപ്പർമാൻ വേഗം ഫോർട്രസ് ഓഫ് സോളിറ്റ്യൂഡിൽ ചെന്ന് എല്ലാവരെയും ഈ കാര്യങ്ങളെല്ലാം അറിയിക്കുകയാണ്. എന്നിട്ട് തൻ്റെ അമ്മയായ മാർത്തയോടും ഭാര്യയായ ലോയിസിനോടും പിന്നെ മകനായ ജോനത്തിനോടും കുറേ അധികം ഇമോഷണലായി സംസാരിച്ചിട്ട് നമ്മുടെ സൂപ്പർമാൻ വേഗം ഭൂമിയിൽ നിന്നും സോംബി ആകുന്നതിന് മുമ്പ് ബഹിരാകാശത്തേക്ക് ചെന്ന് എങ്ങോട്ടെങ്കിലും പോകുവാനായി പോവുകയാണ്. പക്ഷേ ഭൂമിയുടെ പുറത്തേക്ക് ചെന്നതും അപ്പോൾ തന്നെ സൂപ്പർമാൻ ഒരു സോംബിയായി മാറുകയാണ്.